ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജി ആണെങ്കിൽ വേലക്കാരിയിട്ട് അങ്ങോട്ട് പേടിപ്പെടുത്തുകയാണ്. അപ്പോൾ വേലക്കാരി ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി ഇതൊന്നും വിളിക്കണ്ട, ഒന്നെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ മാഡം, ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവിതയും അതേപോലെ തന്നെ കൃഷ്ണമോളും കൂടി കാണുകയാണ്. അപ്പോൾ ഈ ജോലിക്കാരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈജി ആണെങ്കിൽ വായെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഭവിത വരികയാണ്. അമ്മക്ക് വേറെ ഒരു പണിയില്ലമ്മേ. ഇല്ല, എനിക്ക് പണിയൊന്നുമില്ല. എൻ്റെ പണികൾ മുഴുവനും ഞാൻ എൻ്റെ വേലക്കാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലേ. അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അമ്മ ചുമ്മാ വളിച്ച് തമാശയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മനസമാധാനത്തോടെ ഭക്ഷണം വെച്ചും വിളമ്പിയും കഴിച്ചും ഒക്കെ നിന്നുകൊണ്ടിരുന്നേച്ചല്ലേ. ആ സമയത്ത് എന്തിനാമ്മേ ഞങ്ങളുടെ ഇടയിൽ കയറി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിന്നത്? ഭവിതേ, അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾ ഇവിടെ രാവിലെ എണീറ്റ് വെച്ച് വിളമ്പി ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ജോലി പഠിക്കുക, അതുമാത്രമാണ് നിങ്ങളുടെ ജോലി. അല്ലാതെ അടുക്കളയിൽ കയറി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അതൊരു കഷ്ടപ്പെടാനായിട്ട് തോന്നുന്നില്ല അമ്മേ. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ അമ്മ അതിനിടയിൽ കയറി ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ബബിതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ബബിതേ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിടക്കും നിങ്ങളുണ്ടായ സമയത്തും ഇവിടെ ഒരു ജോലിക്കാരും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ മൂത്രത്തുണിയും അതേപോലെ തന്നെ അപ്പിത്തുണിയും ഇവിടുത്തെ സകലമാന ജോലികളും ചെയ്തിരുന്നവളാണ് ഈ ഞാൻ. എന്നെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇപ്പം ഇവിടെ ഒരു ജോലിക്കാരിയെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി, സമയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു ജോലിക്കാരിയെ നിർത്തിയതും എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി തരുന്നതും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലമ്മേ. ഞങ്ങളിപ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം ചെയ്യാനും അറിയാം, സ്വന്തം കാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇവിടെ പറഞ്ഞാൽ മതി. ഇവരുണ്ടാക്കി തരും. മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിലോ? നമുക്ക് അമ്മയുടെ ജോലി നോക്കി നിന്നാൽ പോരെ? പഠിക്കേണ്ടതൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലാതെ പഠിത്തത്തിൽ ഒഴുപ്പായിട്ട് ഞങ്ങൾ നടക്കുന്നില്ല. ബബിതേ, ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം, വീണ്ടും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട നീ. നിന്റെയൊക്കെ ചെലവിൽ ജീവിക്കുന്ന ഒരു സമയം വരട്ടെ. അതിനുശേഷം നീ പറയുന്നതൊക്കെ കേട്ട് പഞ്ചപുച്ഛമടക്കി ഈ വൈജ നിൽക്കും. അതുവരെ ഇവിടത്തെ ഈ വീട്ടിലെ നേതാവ് അത് ഞാൻ തന്നെയാണ്, ഗൃഹനാഥ ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താണോ ആ കാര്യങ്ങളെ ഇവിടെ നടക്കത്തുള്ളൂ, അല്ലാതെ വേറൊരു കാര്യവും ഇവിടെ നടക്കത്തില്ല. മനസ്സിലായല്ലോ? നിനക്കിനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പോകാൻ നോക്ക്. സന്തോഷമായല്ലോ അമ്മക്ക് ഈ വീട്ടിൽ കയറി വന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ സന്തോഷമായല്ലോ. അമ്മയോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കാരണവശാലും തലയിൽ കയറാനും പോകുന്നുമില്ല. അതാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഭവിത പറഞ്ഞിട്ട് അവിടെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വൈജിയാണെങ്കിൽ ജോലിക്കാരിയോടാണെങ്കിൽ ഏതായാലും റെഡിയായി കഴിയുമ്പോഴേ എന്നെ വിളിച്ചേര്, ഞാനവിടെ പോയി കുറച്ച് നേരം ഇരിക്കട്ടെ. പപ്പടവും കുറച്ച് തോരനും സാമ്പാറും പിന്നെ മുട്ട ചിക്കി വറുത്തതും അത്രയൊക്കെ മതി. മനസ്സിലായല്ലോ? അതെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം കൊച്ചമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ അവിടെ നിന്ന് നേരെ ഹാളിലേക്ക് പോവുക. ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ വൈജയുടെ പിന്നാലെ ചെന്നിട്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. നീ ഇപ്പം എന്ത് ചോദിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? അല്ല, ഞങ്ങളിവിടെ വെച്ച് വിളമ്പി കഴിച്ചോളൂ വരുന്നില്ലേ? ഞങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്യാൻ അറിയാം. അയ്യോ, അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ ബബിതയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിട്ടതല്ലേ ഉള്ളൂ. വീണ്ടും നീ എന്തിനാ എന്നോട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരുന്നത്? കൃഷ്ണേ, ഞാൻ ഇവരോടൊക്കെ ഉള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അയച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നീയൊക്കെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അറിയാം. രോഹിതേട്ടനെ കണ്ടിട്ടില്ലേ നന്നായിട്ട് കുക്ക് ചെയ്യണത്? എടീടി, നിനക്ക് നാണമുണ്ടോ? ഒരു ആഞ്ചെറുക്കനല്ലേ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്? ആണുങ്ങളെ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യിപ്പിക്കാവോ? അയ്യടാ, ആണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? നിന്റെയൊക്കെ ഡ്രസ്സുകൾ മുഴുവൻ തേക്കുകയല്ലടി ആ രോഹിത്. അതിനുശേഷം എന്താ കുഴപ്പം? നിന്റെയൊക്കെ ഡ്രസ്സ് തേക്കാൻ വേണ്ടിയാണ് അവൻ വളർന്ന് വലുതാവുന്നത്. ഈ കാലത്തെ ആണുങ്ങൾ ജോലി ചെയ്തെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യ അവകാശമാണ്. അതുകൊണ്ട് രോഹിതേട്ടനെ എന്ത് നന്നായിട്ട് ഇറച്ചിക്കറിയൊക്കെ വെക്കുമെന്ന് അറിയാവോ അമ്മയ്ക്ക്? നല്ല സൂപ്പർ ടേസ്റ്റ്. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇതെല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അലീന ചേച്ചിയാ.
ആലീന ചേച്ചി വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായി. അലീനയുടെ വാക്കുപോലോട് മിണ്ടിപ്പോകരുത്. അവൾ നിങ്ങളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിച്ചിട്ട് സുഖമായിട്ട് ആ മെത്തക്കട്ടിൽ ഇങ്ങനെ മലന്നടിച്ച് അവൾക്ക് കിടന്നാൽ മാത്രം മതിയല്ലോ. ഇതെല്ലാം അവളുടെ ഒരു ട്രിക്കായിരുന്നു. ട്രിക്ക് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അവൾക്ക് സുഖത്തോടെ സന്തോഷത്തോടെ ഇരുന്ന് വെട്ടി വിഴുങ്ങാലോ. അതിനു വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്നൊക്കെ വൈജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് പോരെ അമ്മേ? ഇപ്പോഴും എന്തിനാണ് വെറുതെ കിടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദേ കൃഷ്ണമോളെ, നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ പഠിക്കുക, അല്ലാതെ വേറൊരു കാര്യത്തിൽ നിൽക്കണ്ട. അമ്മേ, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജോലി എന്ന് വിചാരിച്ച് പഠിത്തമൊന്നും കുറഞ്ഞൊന്നും പോകുന്നില്ല. കൂടുതൽ സമയം കിട്ടുന്നേ ഉള്ളു. എന്ന് വിചാരിച്ച് ഇനിയും കുറച്ച് കൂടുതൽ സമയം കിട്ടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പഠിക്കാൻ നോക്ക്. കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ മുന്നിൽ വരരുത്. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എടി, എപ്പോഴെങ്കിലും നിന്റെ അച്ഛൻ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതേപോലെ തന്നെ രോഹിത്തും അടുക്കളയിൽ കയറേണ്ട ഒരാവശ്യമില്ല. അതെ, ആണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാൽ കൊള്ളില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല. ഇവൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഭാര്യയ്ക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും രോഹിത്തിന്. എൻ്റെ ഭർത്താവ് നന്നായിട്ട് കുക്ക് ചെയ്യുകയാണല്ലോ, അപ്പം ഭർത്താവ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തവള് കാലും കയറ്റി അങ്ങോട്ട് ഞെളിഞ്ഞങ്ങോട്ടിരിക്കും. അതാ പറഞ്ഞത് രോഹിത്തിനെ കൊണ്ടൊന്നും ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന്. വന്ന് കയറുന്നവള് ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ദേഷ്യം വരിക. കൃഷ്ണമോൾ പറയണം, ഭവിതേച്ചി പറഞ്ഞതന്നെ ശരി, അമ്മയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ശരി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പോവുകയാണ്. വൈജയ്ക്കാണെങ്കിൽ ആകെ കലിയും വന്നിട്ട് രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ ഈ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ പത്രം വായിക്കുക. ആ സമയത്ത് ബബിത ഭയങ്കര സങ്കടപ്പെട്ടോടെ വരികയാണ്. എന്ത് പറ്റി ബബിതേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ പ്രശ്നം ഉണ്ടായത്? അത് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറി ജോലി ചെയ്യിപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നേ. ഓഹോ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തന്നെയാണ് അച്ഛൻ ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാ അച്ഛനും അറിഞ്ഞുകൊണ്ട് കൊണ്ടാണോ? അച്ഛനെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അച്ഛൻ എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല അച്ഛൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ബബിത മോൾ ഇവിടെ ഇരുന്നേ, ഞാൻ പറയട്ടെ. അതെ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടുക്കള ചെയ്യ്. അതിന് അടുക്കളയിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ലല്ലോ അമ്മ. ഞങ്ങളെ ആട്ടി ഓടിക്കുകയല്ലേ. ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താ ഇപ്പോൾ? ആ ജോലിക്കാരി വെച്ച് വിളമ്പുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കി കഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അച്ഛാ, ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ അച്ഛാ. ഞങ്ങൾക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സ്വയം കഴിക്കണം, അതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ, അതെ, അതിനിപ്പോൾ അവൾ സമ്മതിക്കില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? അച്ഛൻ ഇതിൽ എന്തെങ്കിലും തീർപ്പ് കൽപ്പിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിലും അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യം തന്നെയാ. അച്ഛൻ നേരത്തെ അമ്മ പറയുന്നതൊക്കെ കേട്ട് പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. അമ്മ എന്ത് പറയുമ്പോഴും അച്ഛൻ എതിർത്ത് സംസാരിക്കാറുണ്ടല്ലോ. വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതെന്താ അച്ഛാ അതിനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ, മോളെ, ചില സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റുന്നത്. ചില സത്യങ്ങൾ അറിയുന്നത് വരെ നമ്മളെല്ലാവരുടെയും മുന്നിൽ പഞ്ചപുച്ഛ മടക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ സത്യങ്ങൾ അറിയുമ്പോൾ, സത്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ശരിക്കുള്ള രൂപം പുറത്തേക്ക് വരും മോളെ, പ്രതികരിച്ചു പോകും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്ക് അങ്ങോട്ട് അച്ഛൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും നിങ്ങൾക്ക് ഇവിടെ വല്ലാത്ത സങ്കടമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? സത്യമാണോ? അച്ഛൻ പറഞ്ഞ സത്യം തന്നെയാണോ? സത്യാ, നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? അങ്ങനെയാണെങ്കിലും ഓക്കെ. ഈ ഒരു ചേഞ്ചൊക്കെ ഒന്ന് മാറാലോ നമുക്ക്. എങ്കിലേ എല്ലാവരോടും പറ ഔട്ടിങ്ങിന് പോകാന്ന്. എല്ലാവരും ഒന്ന് ഉഷാറാവട്ടേന്നേ. ഇപ്പൊ പറഞ്ഞേക്കാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത കയറി പോവാണ്. എല്ലാവരോടും പറയാം. അങ്ങനെ നമ്മുടെ ഈ ജോലിക്കാരിയാണെങ്കിൽ കുറേ ഭക്ഷണങ്ങളെല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് കണ്ട വൈജി ആണെങ്കിൽ ഇതെന്താടി ഇത്? ഇതെന്താ സദ്യയോ എന്ന് വെച്ചപ്പോഴേക്ക്, എൻ്റെ കൊച്ചമ്മേ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ആരും ഒരു കുറ്റവും പറയില്ല. നന്നായിട്ട് തന്നെ ഇരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും. കൊച്ചമ്മ കണ്ടോ? കൊച്ചമ്മ എല്ലാവരും വിളിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് എന്നിങ്ങനെ പറയാം.
അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കാനായിട്ട് നമ്മുടെ വൈജി ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ ബാലേന്ദ്രനെ ഒരുങ്ങി വരികയാണ് താഴത്തേക്ക്. അപ്പോൾ അന്തിച്ച് നിൽക്കുക. കുറച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ കൃഷ്ണമോള് ബബിതയും രോഹിത്തും വരികയാണ് ഒരുങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം എവിടെ പോകുന്നു എന്ന് വൈജ ചോദിക്കുകയാണ്. ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകുന്നു. ഔട്ടിങ്ങിനോ? ഈ ഉച്ച സമയത്താണ് ഔട്ടിങ്ങിന് പോകുന്നത്. അതെന്താ ഉച്ച സമയത്ത് ഔട്ടിങ്ങിന് പോയാൽ കൊള്ളൂലേ? ഞങ്ങൾക്ക് ഇപ്പോൾ ഔട്ടിങ്ങിന് പോകാൻ തോന്നി, അതുകൊണ്ട് പോകുന്നു. അതെന്തിനാ ഇപ്പോൾ ഒരു ഔട്ടിങ് പോകല്? അത് കൊള്ളാം. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ഒരു ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതായത് പഞ്ചാബി ഹൗസിൽ നിന്നേ നല്ല ബിരിയാണി കിട്ടും, അച്ഛൻ ഞങ്ങൾക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം അത് ആര് കഴിക്കുമെന്നാ? ബാലചന്ദ്രനാണോ ഈ ഒരു ഐഡിയ വെച്ചത്? ഇവിടുത്തെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഇവരെയും കൊണ്ട് പോകുന്നത് ബാലേന്ദ്രനാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് ഔട്ടിങ്ങിന് പോകണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കണോ? എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്താണെന്ന് ചെയ്യും. അച്ഛാ ഔട്ടിങ്ങിന് പോകണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. എപ്പോഴും ഇവിടെ തന്നെയല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ദിവസം പുറത്തുനിന്ന് കഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അച്ഛാ. എങ്കിൽ വാ, കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട. അപ്പം ഇത് കേട്ട് നമ്മുടെ വൈജയ്ക്ക് അരിശം വരിക. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കണം, രോഹിത്തെ നീയും ബിരിയാണി കഴിക്കാൻ തന്നെയാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ബിരിയാണി ഒന്നും ഇഷ്ടമല്ല, എനിക്ക് കുഴിമന്തി, ഞാൻ കുഴിമന്തി കഴിച്ചോളാം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വേസ്റ്റല്ലേ? അതെങ്ങനെ വേസ്റ്റാവും? നിങ്ങൾ രണ്ടുപേരും ഇല്ലേ, സർവൻ്റും ഉണ്ട് അമ്മയുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിച്ചോ, അതായിരിക്കും നല്ലത്. എങ്കിൽ പിന്നെ ഞങ്ങൾ പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് ഇറങ്ങാം. അപ്പോഴേക്കും ഈ ജോലിക്കാരി ആണെങ്കിൽ, അയ്യോ കൊച്ചമ്മേ, ഇനി ഇതെന്ത് ചെയ്യും കൊച്ചമ്മേ? ഇത്രയും ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചില്ലേ, വേസ്റ്റ് ആവൂലേ? അതെല്ലാം ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റു. എൻ്റെ ദൈവമേ, ഈ ഭക്ഷണങ്ങളെല്ലാം ഇനി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് വീണ്ടും അത് ചൂടാക്കി കഴുകി ടേസ്റ്റ് എല്ലാം പോകുമെന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? എടുത്ത് കളയാൻ പറ്റുമോ? അതുകൊണ്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചാൽ മതി. മനുഷ്യന് ഇനി ഒന്നും വേണ്ട, കഴിക്കാനും തോന്നൂല എന്നും പറഞ്ഞുകൊണ്ട് വൈജ പോയി കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരിയാണെങ്കിൽ, അയ്യോടാ ആർക്ക് കഴിക്കാൻ തോന്നൂല്ലെന്ന്, എനിക്ക് വേണം, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെച്ചാൽ കറികളും പപ്പടങ്ങളെല്ലാം എടുത്ത് കഴിക്കുകയാണ് നമ്മുടെ ഈ ജോലിക്കാരി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീന നേരെ മനുവിനെ വിളിക്കുക. അപ്പോൾ മനുവാണെങ്കിൽ ഒരു തിരക്കിലായിരുന്നു. മനു ഫോൺ എടുത്തിട്ട്, എന്താ മോളെ അലീനെ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താ മോനെ മനുവേട്ടാ സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, പിന്നെ എനിക്കിവിടെ സുഖത്തിന് ഒരു കുറവുമില്ല. അലീനയ്ക്കോ? എങ്ങനെയുണ്ട് അവിടുത്തെ ഭരണം? സ്റ്റാലിൻ റിട്ടയർഡ് സ്റ്റാലിൻ ജോസഫ് എന്ത് പറയുന്നു? സ്നേഹമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, പിന്നെ അല്ലാതെ, പക്ഷെ ഇച്ചിരി ഭരണം കൂടുതലാണ്. പട്ടാളക്കാരെ മുന്നിൽ നിന്ന് സ്റ്റാലിൻ പിന്നിൽ നിന്ന് ഇതാകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാം സ്നേഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റാലിൻ ജോസഫിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എവിടെ നിന്ന്? പിന്നെ എൻ്റെ മുന്നിൽ പഞ്ചമുച്ച അടക്കി നിൽക്കേണ്ടി വന്നില്ലേ? ഞങ്ങളിപ്പോൾ ഒന്നാ, ആർക്കും ഞങ്ങളെ പിരിക്കാനായിട്ട് കഴിയില്ല. വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞതേ എൻ്റെ മുഖഛായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖഛായയാണെന്ന്. ചിന്നമ്മ പാവം നേരത്തെ മരിച്ചുപോയി, അതുകൊണ്ട് ചിന്നമ്മയുടെ മുഖഛായയാണെന്നാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഏതായാലും നന്നായല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട് മനുവേട്ടാ, ഈ ചിന്നമ്മ മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണത്രേ ഞാൻ ജനിച്ചത്. അതേറ്റവും വലിയ ഭാഗ്യല്ലേ? അതേതായാലും നന്നായല്ലേ അലീന? അപ്പോൾ ചിന്നമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ ദേഹത്ത് കയറിയിട്ടുണ്ട്. എല്ലാം ഒരു ഭാഗ്യം. എല്ലാത്തിനും ചിന്നമ്മ തന്നെ നിമിത്തം ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് തന്നതും എൻ്റെ ഭാഗ്യവും എൻ്റെ പ്രജിത മമ്മിയാണ്. പ്രജിത മമ്മി മാത്രമാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന്. ശരി ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറ. പിന്നെ പപ്പയ്ക്ക് ഭയങ്കര കുടിയാ. എന്ത് ചെയ്യാനാ? ഭയങ്കര കുടിയും വലിയും ഒക്കെ ചെയ്യാണ്. എന്നിട്ട് കുടി നിർത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്തില്ലേ? നടത്തണം. ഇനി ഇവിടെ ഞാൻ സത്യാഗ്രഹം നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, സ്വന്തം ശരീരം കളഞ്ഞുള്ള പണികളൊന്നും വേണ്ട കേട്ടോ. ആദ്യം സ്വന്തം ശരീരം നോക്കണം. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഈ കരൾ മുഴുവൻ അടിച്ചു പോവില്ലേ? പ്രജിത മമ്മിക്ക് കരൾ ഡിസീസ് വന്നിട്ടാണ് മരിച്ചത്.
കുടിയോ വലിയോ ഒന്നില്ലാത്ത പ്രജിതാമാമയ്ക്ക് ഇങ്ങനെ ആവുമെങ്കിൽ എന്നും കുടിക്കുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കട്ടെ മനുവേട്ട. എങ്ങനെയെങ്കിലും ഇതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കണം. എൻ്റെ പപ്പയ്ക്ക് ഏറ്റവും എന്നോട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും പക്ഷേ അച്ഛനെ പോലെയല്ല. ആ ഒരു സ്നേഹം വേറൊരു സ്നേഹമാണ്. ഞാൻ ആരെയും കമ്പയർ ചെയ്യുന്നതല്ലട്ടോ മനുവേട്ട. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവരെയും എൻ്റെ വഴിക്ക് വരുത്തണം, നോക്കണമല്ലോ ഒന്ന് എന്ന് മനുവിനോട് പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ്റെ വണ്ടിയിലേക്ക് എല്ലാവരും കയറുക, ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ പറയുകയാണ്, ദേ നിങ്ങൾ 3 പേരും കേൾക്കുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങളുടെ അമ്മ തിരിച്ചു വന്നത് എന്തോ പിടിച്ചെടുക്കാനും തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഒക്കെ തനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളൊരു ആഹ്ലാദത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയെല്ലാം വെച്ച് വിളമ്പി വെക്കാൻ നേരത്ത് അതെല്ലാം ഉപേക്ഷിച്ച് പോരുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. പിന്നെ അവിടെ കൂടുതൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുകയുള്ളൂ, കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.